കുടിയേറ്റക്കാരുടെ വാഗ്ദത്ത ഭൂമി എന്നറിയപ്പെടുന്ന ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഇടുക്കി കേരളത്തിൽ വന്യജീവികളും വനസമ്പത്തും ഏറ്റവും കൂടുതലായിട്ടുള്ളതും അതോടൊപ്പം തന്നെ വന്യജീവി മനുഷ്യ സംഘർഷങ്ങളും അനധികൃത കുടിയേറ്റങ്ങളും ഏറ്റവും കൂടുതലായിട്ട് നിലനിൽക്കുന്നതുമായിട്ടുള്ള മണ്ഡലമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. 1977 ഇടുക്കി ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നത്. ഇതൊരു പൊതുമണ്ഡലമാണ്. ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലേക്ക് വരുന്നത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളെ പരിശോധിച്ചാൽ മൂവാറ്റുപുഴ, കോതമംഗലം എന്നീ 2 നിയമസഭാ മണ്ഡലങ്ങൾ എറണാകുളം ജില്ലയിലും അതിനുശേഷം വരുന്ന ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് എന്നിവ ഇടുക്കി ജില്ലയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രത്യേകത, ഒരേ സമയത്ത് UDF-നും അതേപോലെ തന്നെ LDF-നും പ്രാമുഖ്യമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ പറയുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളും. ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഇരു ജില്ലകളിലുമായി ചിതറിക്കിടക്കുന്നതിനെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ MP-മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 2009 PT തോമസ് കോൺഗ്രസിന്റെ ബാനറിൽ ഇടുക്കിയിൽ MP ആയിരുന്നു. എന്നാൽ ആ സമയത്ത് അനധികൃതമായ കുടിയേറ്റത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ കത്തോലിക്ക സഭയിലെ ചില അനാശാസ്യകരമായിട്ടുള്ള പ്രവണതകളെ കുറിച്ച് സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ള സമ്മർദ്ദം കോൺഗ്രസിൽ വരികയും അങ്ങനെ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അതിനു മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രാൻസിസ് ജോർജ് 2 തവണ ഇടുക്കിയിൽ നിന്ന് MP ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന് ഒരു രാഷ്ട്രീയ പരിവേഷത്തിന്റെ ഒരു പശ്ചാത്തലം ശരിയായിട്ടുള്ള രീതിയിൽ ഉയർന്നു വരുന്നത് 2014 ഡീൻ കുര്യാക്കോസും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും തമ്മിലുള്ള മത്സരത്തിന്റെ സമയത്താണ്. ആദ്യ സമയത്ത് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വളരെ നല്ല മാർജിനിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തി. ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാർലമെന്ററി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കുള്ള ആദ്യത്തെ ഒരു കാൽവെപ്പായിരുന്നു അത്. കാരണം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കെ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള വിദ്യാർത്ഥി സമരങ്ങളിലോ അതേപോലെയുള്ള രാഷ്ട്രീയ സമരമുഖങ്ങളിലോ ഒന്നും കാണാതിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം KSUവിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ പാർലമെന്റ് രംഗത്തേക്ക് കടന്നു വന്ന വ്യക്തിയായിരുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ചുവട് പിഴച്ചെങ്കിലും ജോയ്സ് ജോർജ് വിജയിച്ചെങ്കിലും 2019 വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാറ്റ് മാറി വീശുന്ന സാഹചര്യം ഉണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ 2014 മത്സരിച്ച ഡീൻ കുര്യാക്കോസും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും തന്നെ വീണ്ടും ഒരു മത്സരം വരികയും ആ മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിൽ നിന്ന് ഡീൻ കുര്യാക്കോസ് മണ്ഡലം നേടിയെടുക്കുകയും തിരികെ പിടിക്കുകയും ചെയ്തു. അതായിരുന്നു ഇതുവരെയുള്ള രാഷ്ട്രീയ കഥയെങ്കിൽ ഇനി എന്താണ് 2024 സ്ഥിതി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2024 സംബന്ധിച്ചിടത്തോളം സമാനഗതിയിലുള്ള ചിത്രം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അതിലൊരു മാറ്റം എന്ന് പറയുന്നത് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് സാബു വർഗീസ് രംഗത്തേക്ക് വരുന്നു എന്ന് മാത്രം. 2024 അതേ സ്ഥാനാർത്ഥികൾ 2019 അതോടൊപ്പം തന്നെ 2014 ഒരേപോലെ ഏറ്റുമുട്ടിയവരാണ്. ഒരു തവണ ഭാഗ്യം ജോയ്സ് ജോർജിന്റെ ഒപ്പവും ഒരു തവണ ഭാഗ്യം ഡീൻ കുര്യാക്കോസിന്റെ ഒപ്പവും നിലനിന്നിരുന്നു. 2024 ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് സിറ്റിംഗ് MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. ഇടതുപക്ഷമാകട്ടെ ഇത്തവണയും ഒരു പരീക്ഷണ സ്ഥാനാർത്ഥിയെ ഇറക്കാതെ ഏറ്റവും മണ്ഡലത്തിൽ സുപരിചിതനായിട്ടുള്ള ജോയ്സ് ജോർജിനെ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറക്കിയിട്ടുള്ളത്. ഇവിടെ ഇടുക്കി എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം നേരിടുന്ന കാതലായിട്ടുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് വളരെ സജീവമായിട്ട് തന്നെ നാം ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റ ജനത അധിവസിക്കുന്ന പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ ഈ കുടിയേറ്റ ജനതയ്ക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വനവും വന്യജീവിയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളാണ്. ഇടുക്കിയിലെ പടയപ്പയെക്കുറിച്ചും അരിക്കൊമ്പനെ കുറിച്ചും ഒക്കെ തന്നെ ആളുകൾക്കിടയിൽ പ്രത്യേകിച്ച് ഒരു വിശേഷണങ്ങളുടെയോ പരിചയപ്പെടുത്തലുകളുടെയോ ഒന്നും തന്നെ പശ്ചാത്തലത്തിന്റെ ആവശ്യമില്ല.
അപ്പോൾ ഈ വന്യജീവി സംഘർഷങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ഈ അടുത്ത നാളുകളിൽ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും അതിനെ തുടർന്നുകൊണ്ട് കോതമംഗലം ടൗണിൽ വെച്ച് നടന്നിട്ടുള്ള രാഷ്ട്രീയ നാടകങ്ങളെല്ലാം നമ്മൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ കണ്ടതാണ്. നിരന്തരമായിട്ടുള്ള ഈ വന്യജീവി സംഘർഷം തന്നെയാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രശ്നവുമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇടുക്കി എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് നാം കാണുന്ന മറ്റൊരു കാര്യമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന മൂന്നാർ എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട അനധികൃത കയ്യേറ്റങ്ങളും കുടിയേറ്റങ്ങളും. മൂന്നാർ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ പ്രമുഖ വ്യക്തികൾക്കും വളരെയധികം പണം സമ്പാദിക്കാനുള്ള ഒരു എളുപ്പമാർഗമായിട്ട് മൂന്നാറിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനും അനധികൃതമായിട്ടുള്ള നിർമ്മിതികൾ ഉണ്ടാക്കുന്നതിനൊക്കെയുള്ള സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, പണ്ട് VS അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മൂന്നാറിലെ കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അത് തകർക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു 3 അംഗ സംഘത്തെ അവിടേക്ക് അയച്ചിരുന്നു. അതിൽ ആ സംഘത്തില് വളരെ വിവാദപരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. പിന്നീട് ആ സംഘം പിരിച്ചുവിടപ്പെടുകയും അച്യുതാനന്ദന് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ വലിയ വെല്ലുവിളി പാർട്ടിയിലും രാഷ്ട്രീയത്തിലൊക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. മതികെട്ടാൻ ചോല, പാമ്പാടും ചോല തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങൾ നിലനിൽക്കുന്ന മൂന്നാർ എന്ന് പറയുന്ന പ്രകൃതി രമണീയമായിട്ടുള്ള പ്രദേശം ഉൾപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഇടുക്കിയിലെ അനധികൃത കുടിയേറ്റങ്ങൾ, അനധികൃത കയ്യേറ്റങ്ങൾ, വനം വന്യജീവി സംഘർഷങ്ങൾ എന്നിവയൊക്കെ എല്ലാ കാലഘട്ടത്തിലും വളരെ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയങ്ങളാകുന്ന സംഗതികളാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ട MP-മാരിൽ നിന്ന് പലപ്പോഴും വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രബലരായിട്ടുള്ള മുന്നണികളാണ് തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതെങ്കിലും അതിന്റെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്ന വ്യക്തികൾ പലപ്പോഴും പ്രകടമാക്കുന്ന പൊള്ളയായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള ചില സമീപനങ്ങളാണ് ഇടുക്കി മണ്ഡലത്തിന്റെ ചില ശോചനീയമായ സാഹചര്യങ്ങൾക്ക് നിലവിലുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുന്ന അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, മുൻ MP എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അടിപതറുന്ന സാഹചര്യം ഉണ്ടായി. ഈ അടുത്ത ദിവസം കേരളത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്ന് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉടുമ്പൻചോല MLA ആയിട്ടുള്ള MM മണിയാശാൻ വളരെയധികം മോശമായിട്ടുള്ള ഒരു അൺപാർലമെന്ററി രീതിയിലുള്ള സംഭാഷണങ്ങളെല്ലാം തന്നെ ഉരുവിട്ടതായി നമ്മൾ കണ്ടു. അദ്ദേഹത്തെ ശിഖണ്ഡിയോട് ഉപമിച്ച്, അഴകിയ രാവണനോട് ഉപമിച്ച്, അതോടൊപ്പം തന്നെ മുൻ MP ആയിട്ടുള്ള PJ കുര്യനെ സൂര്യനെല്ലി കേസുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ നാം ഇവിടെ തിരിച്ചറിയേണ്ട, മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ഥാനാർത്ഥികൾ ഏത് വിധേനയും ജയിക്കാനുള്ള പരിശ്രമം നടത്തുന്ന സമയത്ത് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം നിരുത്തരവാദിത്തപരമായിട്ടുള്ള പ്രസ്താവനകൾ പലപ്പോഴും അവരെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക്. അതില് മറ്റൊരു കാര്യം കൂടെ നാം കാണേണ്ടതുണ്ട്. മുമ്പ് ദേവികുളം MLA ആയിരുന്ന രാജ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ ദിവസം മുൻ MLA ആയിട്ടുള്ള വ്യക്തി നടത്തിയ ശ്രമങ്ങളെ തുടർന്നുകൊണ്ട് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തപ്പെട്ട സാഹചര്യം. S. രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം ഇന്നലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന പോലെ പ്രകാശ് ജാവദേക്കർ എന്ന് പറയുന്ന BJPയുടെ കേരളത്തിന്റെ പ്രഭാരിയെയും മുൻ കേന്ദ്രമന്ത്രിയെയും എല്ലാം കണ്ട ഒരു അവസ്ഥ നമ്മൾ കണ്ടു. രാഷ്ട്രീയം എന്ന് പറയുന്നത് പലപ്പോഴും തികച്ചും വ്യക്തിപരമായിട്ടുള്ളതും സ്വാർത്ഥത നിറഞ്ഞതുമായിട്ടുള്ള പ്രവർത്തനമായി മാറുമ്പോൾ ഇടുക്കി പോലുള്ള വൈകാരികപരമായ വിഷയങ്ങൾ ഉയർത്തുന്ന ഈ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് ആണോ അതോടൊപ്പം തന്നെ ഇടതുപക്ഷമാണോ വിജയിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ചില സാമൂഹിക പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ്. ഞാനിവിടെ എൻ്റെ നിഗമനത്തിലേക്ക് എത്തുകയാണ്. എൻ്റെ നിഗമനം മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെ MP-യുടെ ഒരു പ്രോഗ്രസ് കാർഡ് നമ്മൾ പരിശോധിച്ചാൽ ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്ന വ്യക്തി അത്രയ്ക്ക് മികച്ച രീതിയിൽ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് കാണാൻ കഴിയും. അതിനൊരു ബദലായിട്ട് ഒരുപക്ഷെ നമ്മുടെ ജോയ്സ് ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് മാറാൻ കഴിയുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് മണ്ഡലത്തിന്റെ വിവിധ കോണുകളെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ സാധാരണമായിട്ടുള്ള രീതിയിൽ
വലിയ ഉയർന്ന മാർജിനിൽ അല്ലെങ്കിലും ജോയ്സ് ജോർജിനാണ് ഇടുക്കി മണ്ഡലത്തിൽ സാധ്യത ഞാൻ കാണുന്നത്.